ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുക. റമദാനിൽ പ്രത്യേകിച്ച്. സാധാരണ ഒരാൾ ജനാസ സംസ്കരണം എന്ന് പറഞ്ഞാൽ ആ മയ്യത്ത് ഉള്ള വീട്ടിൽ പോകാൻ പറ്റുമെങ്കിൽ പോവുക, അവിടെ ചിലപ്പോൾ ദുആയൊക്കെ ഉണ്ടാകും, അതിൽ പങ്കെടുക്കുക, മയ്യത്തിനെ കുളിപ്പിക്കാൻ പറ്റിയാൽ കുളിപ്പിക്കുക, മയ്യത്തിനെ പൊതിയാൻ പറ്റിയ ആ ഒരു കാര്യത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയാൽ അത് ചെയ്യുക. മയ്യത്തുമായിട്ട് മയ്യത്തിന്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ വാഹനത്തിലായിരിക്കാം, നടന്നായിരിക്കാം, പള്ളിയിലേക്ക് കൊണ്ടുവരിക, പള്ളിയിൽ നമസ്കരിക്കുക, അതിനുശേഷം മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നു, ആ പലകയിടുന്നു, മണ്ണിടുന്നു, അവിടെ വെച്ച് ദ്വാരക്കുന്നു. ഇതാണ് മൊത്തത്തിൽ ജനാസ സംസ്കരണം എന്ന് പറഞ്ഞാൽ. ഇതിൽ എല്ലാത്തിലും പങ്കെടുക്കാൻ പറ്റിയാൽ നല്ല പ്രതിഫലമാണ്. ഇനി കുറഞ്ഞത് മയ്യത്ത് നിസ്കാരം, അതിനുശേഷമുള്ള ആ ജനാസ സംസ്കരണം ഉണ്ടല്ലോ, മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്നു, പലക വെക്കുന്നു, മണ്ണിടുന്നു, അതുപോലെ തന്നെ അത് ഖബറിന്റെ ഷേപ്പൊക്കെ ആക്കിയിട്ട് അവിടെ വെച്ച് തൽക്കീൻ ഓതുന്നു, അവിടെ വെച്ച് പറ്റുപോലെ യാസിൻ അല്ലെങ്കിൽ ഫാത്തിഹ ഓതി ദ്വാരക്കുന്നു. ഈ കാര്യങ്ങളിൽ ഒരു മനുഷ്യൻ സംബന്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ജനാസ സംസ്കരണത്തിൽ ഒരാൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഉഹദ് പർവ്വതത്തോളം വലിപ്പമുള്ള വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു നൽകുക. ഇത് സാധാരണ മാസത്തിൽ ആണെങ്കിൽ റമദാനിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്താൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? 70, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 70 ഉഹദ് മലയോളം വലിപ്പമുള്ള വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു തആല നൽകുമെന്നാണ്. ഹജ്ജിനും ഉംറക്കും പോയ ആളുകൾക്കറിയാം, ഉഹദ് മല നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഭയങ്കര അത്യാവശ്യം പൊക്കമുണ്ട്, ഒരുപാട് നീളമുണ്ട്. അതാണ് ആ ഉഹദ് പർവ്വതം. അത് ഇന്നാണ്. പക്ഷെ നബിതങ്ങളുടെ കാലത്ത് നബി ഹദീസ് പറയുമ്പോൾ ഉഹദ് മലയുടെ പൊക്കം എന്ന് പറഞ്ഞാൽ ഒരുപാടായിരുന്നു. അത് പിന്നെ സൗകര്യാർത്ഥം ഇടിച്ചു നിരത്തി കയറുന്ന ആളുകൾ പലരും വീഴുന്നു, അപകടമുണ്ടാകുന്നു. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ ഇന്നത്തെ ഗവൺമെന്റ് അത് ഇടിച്ചു നിരത്തി ഒരു രൂപമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉഹദ് പർവ്വതം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ മല അതല്ല, ഭയങ്കര പ്രതിഫലം കിട്ടുമെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ റമദാനിൽ നമ്മുടെ ബന്ധുക്കളാവട്ടെ, നമ്മുടെ അയൽവാസികളാവട്ടെ, കൂട്ടുകാരാവട്ടെ, മഹല്ലയിൽ ആരെങ്കിലും മരിച്ചാൽ പോകാൻ പറ്റിയാൽ പോവുക, അവിടെ പോയിട്ടൊന്ന് ദുആരക്കുക, ആ ദുആയിൽ പങ്കെടുക്കുക. ഉമ്മമാരാണെങ്കിൽ അങ്ങനെ പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് ആ ജനാസ കാണണമെന്നല്ല, പെണ്ണുങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ട് കാണാൻ കുഴപ്പമില്ല, പക്ഷേ ഈ ആണുങ്ങളുടെ ജനാസ പോയി കാണാൻ നിൽക്കണ്ട. ആ കാര്യം പറയുകയാണ്. റമദാനിൽ ചെയ്താൽ വലിയ പ്രതിഫലമാണ്.